മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളും നാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ കർത്താവ് നമുക്കിന്ന് തരികയാണ്. ആദ്യ വായന നമ്മൾ കാണുകയാണ്, ഏലിയ പ്രവാചകന് മലമുകളിൽ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നു. പ്രവാചകൻ വിചാരിച്ച രീതിയിലല്ല, വിചാരിച്ചിടത്തിലല്ല പ്രവാചകൻ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത്. ആദ്യം ഒരു കൊടുങ്കാറ്റുണ്ടായി, അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഭൂകമ്പം ഉണ്ടായി, അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അവിടെയും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല. അഗ്നി ഇറങ്ങി, അവിടെയും ദൈവസാന്നിധ്യമില്ല. അവസാനം ഒരു മൃദു സ്വരം പ്രവാചകൻ കേൾക്കുകയാണ്, കർത്താവിൻ്റെ സ്വരം. അപ്പോൾ അതിശക്തമായ അനുഭവങ്ങളിലൊന്നും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ വളരെ ശാന്തമായിരുന്നപ്പോൾ ഒരു മൃദു സ്വരം ഈ പ്രവാചകൻ കേൾക്കുകയാണ്. ആ കേട്ട സ്വരം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ചോദ്യത്തിന് ഏലിയ കൊടുത്ത ഉത്തരം, കർത്താവിനോടുള്ള തീഷ്ണതയാൽ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ജ്വലിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിനോടുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഒരു ഹൃദയം, ഒരു ജീവിതമാണ് ഏലിയ പ്രവാചകൻ്റേത്. അവിടെ ദൈവത്തിൻ്റെ സ്വരം ഈ പ്രവാചകന് കേൾക്കാൻ പറ്റി. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഹൃദയം പരിശോധിക്കാനാണ് കർത്താവ് പറയുന്നത്, നിന്റെ ചിന്തകളെ പരിശോധിക്കാനാണ് പറയുന്നത്. നമ്മൾ പ്രവർത്തികളിൽ പലപ്പോഴും പാപത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതിന് കാരണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയം ഇതിലൊക്കെ അശുദ്ധിയുള്ളത് കൊണ്ടാണ്. നമ്മുടെ സംസാരം പോലും അശുദ്ധമാകുന്നത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അതരം സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ചിലരോട് ഏതാനും നിമിഷം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്താണെന്നും ഹൃദയത്തിൽ ഇടം പിടിച്ചത് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം വചനം പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതരം പോലും സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ പല പ്രവൃത്തികളുടെയും പിന്നിൽ ഇന്നലകളുടെ ആലോചനകൾ, മനസ്സിൽ രൂപപ്പെട്ട പാപത്തിൻ്റെ ആലോചനകൾ, ഇവിടെ വ്യഭിചാരം എന്ന പാപത്തെക്കുറിച്ച്, ദാമ്പത്യ അവിശ്വസ്തത എന്ന പാപത്തെക്കുറിച്ചൊക്കെയാണ് സുവിശേഷത്തിൽ പറയുന്നത്. നിന്റെ കണ്ണ് പാപഹേതുവാങ്കിൽ ചുഴന്നെടുത്ത് കളയെ, കൈ പാപഹേതുവാത് വെട്ടി ദൂരെ എറിയേ എന്നൊക്കെ കർത്താവ് ഈ കാര്യം യൂസ് ചെയ്യുമ്പോൾ, പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? പാപത്തിൻ്റെ ഗൗരവമാണ്. എത്രമാത്രം ഗൗരവമേറിയതാണ് പാപം. അത് നമ്മുടെ ശരീരത്തിൽ ശാരീരികമായി ചെയ്യുന്ന പാപം മാത്രമല്ല, മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപവും ഗൗരവത്തോടെ കാണണമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഗൗരവത്തോടെ കാണുന്ന പാപങ്ങൾ അല്ല കർത്താവ് ഗൗരവത്തോടെ കാണുന്നത്. നമ്മളൊരു വ്യഭിചാര പ്രവൃത്തിയെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണും. എന്നാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ അശുദ്ധിയോടെ നോക്കുമ്പോൾ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത്. അതത്ര കണ്ട് സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ നമ്മൾ കാണില്ല. എത്രയോ യുവജനങ്ങളാണ്, എത്രയോ ജീവിതങ്ങളാണ് രാത്രിയുടെ യാമങ്ങളിൽ മൊബൈലിലൂടെ അപരൻ്റെ നഗ്നത കണ്ട് കണ്ണുകളുടെ വിശുദ്ധി കളയുന്നത്. പാപത്തിലേക്ക് കണ്ണുകളെയും മനസ്സിനെയും ചിന്തകളെയും പാപത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഒരുപക്ഷെ പാപത്തിൻ്റെ പ്രവർത്തികളിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും പാപം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കർത്താവ് പാപത്തിൻ്റെ ഗൗരവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ കൈയാണോ പാപത്തിന് ഹേതുവാകുന്നത്, അത് വെട്ടിക്കള. കണ്ണാണോ, ചുഴുന്നെടുത്തുകള. ഏത് അവയവമാണ് നിന്നെ പാപഹേതുവാക്കുന്നത്, അത് വെട്ടിമാറ്റാനും ചൂഴ്ന്നു കളയാനും പറയുമ്പോൾ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ അവിടെ നിന്റെ കൈയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന കാര്യവും കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. അതിനേക്കാളും ഈ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഹൃദയം കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഏലിയ പ്രവാചകൻ ജ്വലിച്ചതുപോലെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മെ പാപത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നത്, പാപത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ ഹൃദയത്തിൽ ഈ സ്നേഹമാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഈ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്വരമാണ് നിയന്ത്രണം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പാപത്തിലേക്കുള്ള ചായ്വുകളെ, പാപത്തിലേക്കുള്ള വീഴ്ചകളെ, പാപത്തിലേക്കുള്ള നമ്മുടെ തീരുമാനങ്ങളെയൊക്കെ തടയാൻ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുക്കുകയും നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സ്വന്തമാവുകയും ചെയ്യേണ്ടതുണ്ട്. നീ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആത്മശോധന ചെയ്യാം.
നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ ഇവിടെ എവിടെയെങ്കിലും പാപത്തിൻ്റെ മാലിന്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില വെറുപ്പിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് വരും. പക്ഷേ ആ വെറുപ്പ് നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സ് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തികളിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് ചിലപ്പോൾ ചിലർ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകാം. സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അഹങ്കാര ചിന്തകൾ, സ്വാർത്ഥ ചിന്തകൾ, ഇതെന്നൊക്കെ നമ്മെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സ്വരം, മൃദുസ്വരം കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയത്തിൻ്റെ വിശുദ്ധി തരണമേ എന്ന് ഈ ബലിയുടെ നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.